ഈ വിഷയത്തിൽ ഇന്ന് ഈ ഡിബേറ്റ് തുടങ്ങുമ്പോൾ ആമുഖമായി ഇന്ന് അബ്ദുറഹിമാൻ്റെ ഒരു പ്രതികരണം കാണിച്ചു. അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വലിയ രീതിയിൽ അദ്ദേഹത്തോട് സഹതാപം തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ശ്രീ കെ എം ഷാജഹാൻ ഉൾപ്പെടെ, ശ്രീ പി ആർ ശിവശങ്കരൻ ഉൾപ്പെടെ ചോദിച്ച, ശ്രീ രാജേഷ് കുമാർ ഉൾപ്പെടെ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ശരിക്കും ചോദിക്കേണ്ട ആളാണ് ഈ അബ്ദുറഹിമാൻ. ഇപ്പോൾ GCDA തന്നെ പറയുകയാണ്, ഒരു കത്ത് വന്നു, അതെ അന്നങ്ങ് കൊടുത്തേക്ക് കേട്ടോ. ഇത് തന്നെയാണ് ശബരിമലയിൽ സംഭവിച്ചത്. ഒരു കത്ത് വന്നു, അതങ്ങ് കൊടുത്തു. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായി തന്നെ ഞാനിതിനെ രണ്ടും കാണുന്നത്, ഒരു സ്പോൺസർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്പോൺസറാണ് രാജാവ്. പിന്നെ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ പോവുക. അപ്പോൾ അതിനെ ചോദിക്കേണ്ട ഈ 137 കോടി രൂപ അല്ല ഇത് എവിടെ നിന്നാണ് ഈ 137 കോടി രൂപ എന്ന് ചോദിക്കാനുള്ള സാമാന്യ വിവരം എന്തുകൊണ്ടാണ് സർക്കാർ ഇല്ലാതെ പോകുന്നത്? എൻ്റെ ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ് ശബരിമലയിൽ കണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നപ്പോൾ 10 രൂപയുടെ ബാങ്ക് ബാലൻസ് പോലും ഇല്ലാത്ത ഈ മനുഷ്യൻ ഇതൊക്കെ സ്പോൺസറായിട്ട് എങ്ങനെ വരും എന്നൊരു ചോദ്യം ചോദിക്കാൻ അന്ന് ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും സാധിച്ചില്ല. സെയിം കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ശ്രീ സലീം മടവൂർ, ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് സഹതാപമുണ്ട്. ഇന്ന് ഈ അബ്ദുറഹിമാൻ്റെ ആ ഒരു ഫ്രസ്ട്രേറ്റഡ് ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ എനിക്ക് സഹതാപമുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്. പക്ഷെ ഒറ്റ ചോദ്യം മതി ഈ സർക്കാർ ഉത്തരം നൽകേണ്ട ഒരു ചോദ്യം. ഇത്രയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്ത ശ്രീ കെ എം ഷാജഹാൻ്റെ വാക്ക് കടമെടുത്താൽ ഇത്രയും കുറ്റങ്ങൾ ചെയ്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇതുപോലെ വളരെ തന്ത്രപ്രധാനമായൊരു കാര്യം, അദ്ദേഹം വന്നു, ഞാൻ ഇതാ ഇപ്പം മെസ്സിയെ കൊണ്ടുതരാം, ആയിക്കോട്ടെ നീയും കൊണ്ടുവാ എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുകയാണ് ചീഫ് സെക്രട്ടറി, എല്ലാവരും, ആനയും അമ്പാരിയും എല്ലാം കൂടി. അപ്പോൾ ഇതൊരു വെറ്റിംഗ് നടത്തുന്നില്ലേ? എന്നോടല്ലേ ചോദ്യം? തീർച്ചയായും. അതായത് ഇവിടെ സ്പോൺസറെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സൂക്ഷ്മത പുലർത്തേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കുറച്ചുകൂടെ ഈ വ്യക്തി ശുദ്ധിയുള്ള, മറ്റ് മുന്നേ കേസുകളില്ലാത്ത സാമ്പത്തിക, നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ സാമ്പത്തികമായിട്ട് ഇതിന്റെ ഉറവിടം ഇപ്പൊ 130 കോടി കൊടുക്കും ഞാനങ്ങ് ചെലവാക്കും എന്നൊക്കെ പറയുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ നിമിഷത്തിൽ കേസെടുക്കേണ്ടിയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ സോഴ്സ് എവിടെയാണ്? 130 കോടി കൊടുക്കും എന്ന് പറയുമ്പോൾ, അല്ലെ കൊടുത്തു എന്ന് പറയുമ്പോൾ, അത് എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്ന് കൊടുത്തു എന്നുള്ളത് സ്വാഭാവികമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന് കണക്കുണ്ടാവും, കണക്കുണ്ടെങ്കിൽ അത് പ്രയാസമല്ല. പക്ഷെ കണക്കില്ലേ, ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് എൻഫോഴ്സ്മെന്റ് സ്വാഭാവികമായി ഞാൻ മനസ്സിലാക്കുന്നത് പരിശോധിക്കുന്നുണ്ടാവും. അങ്ങനെ പരിശോധിച്ചുകൊണ്ട് കള്ളപ്പണം കണ്ടെത്തണം. അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയാ നിന്റെ കയ്യിലെ പൈസ ഏതാണ്, എവിടെ നിന്ന് വന്നാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ചോദിക്കാം. ഇവിടെ ഒരു സ്പോൺസർ വരുന്നു, മറ്റ് സ്പോൺസർമാരും വേണ്ടത്ര തയ്യാറാവാത്ത സമയത്ത് ഇദ്ദേഹം തയ്യാറാവുന്നു. അദ്ദേഹം വേറെ ഇതുവരെ നിലവിൽ ഗവൺമെന്റിന്റെ 1 രൂപ പോലും ആൾക്ക് കൊടുത്തിട്ടില്ല. അയാൾ എവിടെ നിന്നും പിരിവ് നടത്തിയതായിട്ടു ഇതേവരെ ഒരു ആരോപണമൊന്നും വന്നിട്ടില്ല. ടിക്കറ്റിന് മുൻകൂർ ബുക്കിങ്ങോ അല്ലെങ്കിൽ ആരോടെങ്കിലും ആ രൂപത്തെ, നേരത്തെ മലേഷ്യയുടെ കാര്യമൊക്കെ പറഞ്ഞു, അവിടെ ഒന്നും ചെയ്ത പോലെ 1 രൂപയുടെ ടിക്കറ്റ് ഒന്നും അയാൾ വിറ്റിട്ടില്ല. അപ്പൊ അതൊന്നും സർക്കാരിൽ നിന്നും 1 രൂപയും കൊടുത്തിട്ടില്ല. അദ്ദേഹം പണം ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ശ്രീ സലീം മടവൂർ, അങ്ങ് തന്നെ പറയണം, പോയിന്റ് പൂർത്തിയാക്കണം. ഇതിൽ ഞാൻ വീണ്ടും പറയുകയാണ്, സന്നിധാനവും ഇതും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. അവിടെ UB ഗ്രൂപ്പ് ആയിരുന്നു ഈ സ്വർണം പൂശിയത്, അത് മനസ്സിലാക്കിയാണ് ആ കാട്ടുവള നടത്തിയത്. ഇവിടെ UB ഗ്രൂപ്പിന്റെ ഇടപെടൽ വന്നിട്ടുണ്ട്. ഈ while the UB group has recently sponsored the Argentinian Football Association, a planned friendly match in Kerala in November 2025 has been postponed. The match was major part of the UB group's promotional campaign for its Kingfisher brand. പരസ്യബോധമുണ്ട് ഇവിടുത്തെ പല പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ. അപ്പൊ പിരിവ് തുടങ്ങിയിട്ടുണ്ട് ശ്രീ. അതെ, ഈ മത്സരത്തിന് പിരിവ് മറ്റുള്ള ഏജൻസികള്, സ്പോൺസർമാർ ഇവിടെ പരിപാടി നടത്തുകയാണെങ്കിൽ അതിന് ഫണ്ട് കൊടുക്കേണ്ടി വരും, ഉറപ്പല്ലേ? സ്പോൺസർമാർക്ക് പൈസ കൊടുത്താലല്ലേ അവരെ പരസ്യവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ സമയത്ത് നടക്കുമ്പോഴല്ലേ, അത് അവരവർ ഉറപ്പുവെക്കാതെ ഈ പരിപാടി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാതെ അത് പൈസ കൊടുക്കുകയല്ല. അപ്പൊ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് അവർ നടപടി എടുക്കട്ടെ. ഞാൻ പറയാം, പൊതുജനങ്ങളോട്, നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിനോട് ടിക്കറ്റ് വിറ്റിട്ടോ സർക്കാരിന്റെ 1 രൂപയോ ഒന്നും ഇതേവരെ വാങ്ങിയിട്ടില്ല. അവരെന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി UB ഗ്രൂപ്പിനെ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായിട്ട് അവരിൽ നിന്ന് മറ്റ് സ്പോൺസർഷിപ്പോ മറ്റോ അല്ലെങ്കിൽ ഇത് കൈമാറുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നടപടി എടുക്കട്ടെ. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നത് മെസ്സി വരരുത്, കേരളത്തിലേക്ക് മെസ്സി വരരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. നിരന്തരമായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിരന്തരമായി രാവിലെയും വൈകുന്നേരവും എല്ലാ സമയത്തും കേരളത്തിൽ നിന്ന്, ഇപ്പൊ നമ്മുടെ ഈ യമനിലെ നിമിഷപ്രിയ ഒരിക്കലും പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേരളത്തിൽ. അത് വരെ അവർ തന്നെ കൊടുക്കണം, അതിനു വേണ്ടി പണിയെടുക്കുന്നുണ്ട്. രാപ്പകല് 24 hours 24x7 പണിയെടുക്കുന്ന ആളുകളുണ്ട്.
അതേപോലെ ഇവിടെ മെസ്സി ഒക്കെ തിരിച്ചു കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ട് ഖത്തറിന്ന് 10 പേരെ ഇവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 10 പേരെ ഇവിടെ ഒരു പോറൽ വേൽക്കാതെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ചങ്കുറപ്പുള്ള സർക്കാർ അവിടെ ഉണ്ട്. അതവിടെ കേട്ടെ. എന്റെ ചോദ്യം, ഈ സ്റ്റേറ്റിന് എന്താണ് പറയട്ടെ, പറഞ്ഞോളൂ. അവിടെയുള്ള ഗവൺമെന്റിന് ഞാൻ പറയട്ടെ, അവിടെയുള്ള ഗവൺമെന്റ് ഒന്നും കഴിയാതിരുന്നപ്പോഴാണല്ലോ മറ്റുള്ള ആളുകൾക്ക് ഇടപെട്ടത്. അപ്പൊ അത് ചർച്ച വേറെ കേട്ടെ. ഇവിടെ കുറച്ച് ആളുകളെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് കിട്ടിയ വിവരപ്രകാരം ഇവിടെ നിന്ന് നിരന്തരമായി അർജന്റീനയിലേക്കും അതേപോലത്തെ ഫിഫയിലേക്ക് മെസ്സിയുമായി ബന്ധപ്പെടാൻ പറ്റുന്ന മേഖലയിലൊക്കെ തന്നെ ഇവിടെ നിന്ന് മെയിൽ പോകുന്നു. അതേപോലെ ട്വിറ്ററിൽ അദ്ദേഹത്തെ ടാഗ് ചെയ്തുകൊണ്ട് വ്യാപകമായിട്ട് പ്രചരണം പലരും നടത്തുകയാണ്. ഇവർക്കൊക്കെ വേണ്ടത് എങ്ങനെയെങ്കിലും വരരുത്, ഇവിടെ വരരുത്, മെസ്സി വരരുത്. മെസ്സി വന്നിട്ട് അതുകൊണ്ട് ഒരു ഗുണം കേരളത്തിൽ ഉണ്ടാവില്ല. മെസ്സി വന്നാൽ കേരളത്തിലെ ജനങ്ങൾ ആവേശം കാണിക്കും, കേരളത്തിലെ ഫുട്ബോൾ രക്ഷപ്പെടും, കേരളത്തിലെ കുറെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നവരെ എതിരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കാം, അവരെ ഒറ്റപ്പെടുത്താം. ഞാൻ അങ്ങയുടെ കൂടെയാണ് ശ്രീ പി ആർ. അല്ല, ഞാൻ ഒരു നിമിഷം, ആ പോയിന്റിലേക്ക് ഞാൻ വീണ്ടും ഞാൻ ദയവായി ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ് ശ്രീ സലീം മടവൂർ. അങ്ങയുടെ ആ പോയിന്റ് കൃത്യമാണ്, ഞാൻ അതിൽ യോജിക്കുന്നു. ഞാൻ അങ്ങയെ പിന്തുണയ്ക്കാനാണ് ഇടപെട്ടത്. മെസ്സി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവരെ ഒറ്റപ്പെടുത്താം. അതൊന്നും ഒരു രീതിയിൽ അതിനകത്തൊരു ടെൻഷനില്ല. കാരണം ഞാനൊരു ഹാർഡ് കോർ മെസ്സി ആരാധകനാണ്. ഞാൻ ഒരിക്കലും മെസ്സി വരരുത് എന്ന് ആഗ്രഹിക്കില്ല. നമുക്ക് അവരെ ഒറ്റപ്പെടുത്താം. എൻ്റെ ചോദ്യം, ഇതിൻ്റെ റൂട്ട് കറക്റ്റായിരുന്നു? 2, സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്തായിരുന്നു ഇതിൻ്റെ റോൾ? അതെ, സ്റ്റേറ്റ് ഗവൺമെന്റ് കേരളത്തിൽ വന്നാൽ ഈ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ക്ലബ്ബുകൾക്കൊക്കെ തന്നെ അതിന്റെ ഗുണം ഉറപ്പാണല്ലോ. കേരളത്തിൽ പൊതുവെ ഒരു ഫുട്ബോളിന്റെ അന്തരീക്ഷമുള്ള, പ്രത്യേകിച്ച് മലബാറിൽ, അതുപോലെ തന്നെ കേരളം മൊത്തം തന്നെ ഫുട്ബോളിലൂടെ ഏറ്റവും കൂടുതൽ രാജ്യത്ത് ബംഗാൾ കഴിഞ്ഞാൽ ആരാധകരുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മെസ്സി ഇവിടെ വരികയും ഇവിടെ കളിക്കുകയും കുട്ടികളൊക്കെ ഒന്ന് പരിശീലിപ്പിക്കാൻ ആവശ്യമായ ക്ലബ്ബുകളെ പരിശീലിപ്പിക്കുന്നതാണല്ലോ പറഞ്ഞത്. അതോടുകൂടി കേരളത്തിലെ ഫുട്ബോൾ ഒന്നുകൂടി രക്ഷപ്പെടും, കുറച്ചുകൂടി വളരും, കുട്ടികളൊക്കെ തന്നെ ഫുട്ബോളിനോട് താല്പര്യം കാണിക്കും. ഇപ്പൊ ക്രിക്കറ്റ് മാത്രമായിട്ട് ഒതുങ്ങുന്ന കുട്ടികളൊക്കെ തന്നെ ഫുട്ബോളിലേക്ക് കുറച്ചുകൂടി താല്പര്യം കാണിക്കും. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ സ്കൂളുകളിലൊക്കെ തന്നെ ഫുട്ബോൾ ടീമുകളും അതേപോലെ തന്നെ അതിനനുസരിച്ചുകൊണ്ടുള്ള മത്സരങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി സജീവമാവും. അപ്പൊ അതിനുവേണ്ടി മെസ്സി വരാൻ, മെസ്സി ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മെസ്സി വന്നാൽ ഒരു ഫുട്ബോൾ അന്തരീക്ഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കളിക്കാൻ വരും, ഇവിടെ കാണാൻ ആളുകൾ വരും, കേരളത്തെ കുറിച്ച് വ്യാപകമായി ഫുട്ബോളിനെ കുറിച്ച് ചർച്ച വരും. അപ്പൊ സ്വാഭാവികമായും മറ്റ് ടീമുകളും, ഇപ്പൊ മെസ്സിയുടെ അർജന്റീന വന്നാൽ ലോകത്തെ പല ടീമുകളും നമ്മൾ ക്ഷണിച്ചാൽ മെസ്സി വന്ന് കളിച്ച സ്ഥലം, മെസ്സിയുടെ ടീം അർജന്റീന കളിച്ച സ്ഥലം, ഇവിടുത്തെ ടീം അതിനെ പറ്റി അനുയോജ്യമായ ഒരു സംസ്ഥാനം, ആ മെസ്സി വരുന്ന സമയത്ത് 10,000 തടിച്ചുകൂടുന്നുള്ള ഉറപ്പാണല്ലോ. നിങ്ങളിപ്പോ പരിഹസിക്കുന്നല്ലോ ഇവിടെ നടത്തുക. മെസ്സി നമ്മുടെ ഹൈവേയിലൂടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സഞ്ചരിച്ചാൽ അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന സംശയം. കാരണം ഇവിടെയുള്ള ആരാധകരുടെ, നമ്മുടെ ആരാധകർ, കേരളത്തിൽ നിന്നുള്ള ആരാധകര് അവർക്ക് കൊടുത്ത സോഷ്യൽ മീഡിയ പിന്തുണ, അത് ഫീഫ ടാഗ് ചെയ്ത ഈ പ്രചരണങ്ങളൊക്കെ എന്റെ നാട് കൂടിയാണ് കേരളം. അത് ലോകത്തിന് മുകളിൽ എത്തുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ശ്രീ സലീം മടവൂർ, ഒറ്റ ചോദ്യം കൂടി. എന്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മെസ്സി ഇവിടെ വരുന്നത് ആരും തടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മെസ്സി ഇവിടെ വരണം, അതിനൊരു വ്യത്യാസമില്ല. ഞാൻ അങ്ങേ പിന്തുണയ്ക്കുകയാണ് ശ്രീ സലീം മടവൂർ. നിങ്ങൾ ശിവശങ്കറൊക്കെ കേന്ദ്രത്തിലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുടക്കും, അത് ഉറപ്പാണ്. എന്നെക്കാട്ടും എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ്. എന്നെക്കാട്ടും വലിയ ഹാർഡ് കോർ മെസ്സി ഫാനാണ് ശ്രീ പി ആർ ശിവശങ്കർ. അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഒറ്റ ചോദ്യമുള്ളൂ, എന്തുകൊണ്ട് സ്പോൺസറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നില്ല? ഈ രീതിയിലുള്ള ഒരാൾ നാളെ വന്നിട്ട് ഞാൻ അമ്പിളി മാമനെ പിടിച്ചു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് അയ്യോ ശ്യാമ് വന്നിട്ടുണ്ട്, അമ്പിളി മാമനെ പിടിച്ചു തരാം, അയാൾക്ക് ഒരുപാട് പൈസ ഉണ്ട്, പിടിച്ചോ എന്ന് പറഞ്ഞതുപോലെ ഇത്ര നിസ്സാരവൽക്കരിക്കുന്ന എന്തിനാണെന്നാണ് എന്റെ ചോദ്യം ശ്രീ സലീം മടവൂർ.